നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കാമോ? എനിക്ക് കേൾക്കാൻ പറഞ്ഞോളൂ. ഹലോ 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 കേൾക്കാമോ? ഹലോ, എന്തോ സിഗ്നൽ ഇഷ്യൂ എന്ന് തോന്നുന്നു. ഞാനൊന്ന് മാറി സംസാരിക്കും. ഹലോ 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 ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ ക്ലിയറായി. എന്തായി കാര്യങ്ങൾ? രജിസ്ട്രേഷൻ എപ്പോഴത്തേക്ക് നിർത്താൻ പറ്റും? ഞാനിപ്പോ ഫിനാൻഷ്യൽ അടുത്ത് നിൽക്കുക. ഇന്ന് തന്നെ ഫണ്ട് റെഡിയാവുമെന്ന് പറയുന്നത്. രജിസ്ട്രേഷൻ അപ്പോൾ നടത്താൻ പറ്റുന്ന പ്രകാശനെ തീരുമാനിച്ചാൽ മതി. ഒരു കാര്യം ചെയ്യേ, നാളെ തന്നെ നടത്തിയാലോ? നാളെ നല്ല ദിവസമാണോന്നൊന്ന് ആലോചിക്കണം പ്രകാശ്. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാം പറഞ്ഞ പോലെ. താങ്ക് യു. ശരി. നാളെ രജിസ്ട്രേഷൻ നടത്താൻ തീരുമാനിച്ചു. വെച്ച് നീട്ടണ്ടെന്ന് കരുതി. അതിനെന്താ കുഴപ്പം? ഡോക്യുമെന്റ്സ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരും. ധൈര്യമായിട്ട് സൈൻ ചെയ്തോളൂ. ഹലോ, ഞാൻ പറഞ്ഞ അക്കൗണ്ടിലേക്ക് ആ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തേക്കോ? ഓക്കെ. അക്കൗണ്ടിൽ ക്യാഷ് വന്ന് കാണും, നോക്കി. ഓക്കെ, വന്നിട്ടുണ്ട്. താങ്ക്സ്. അപ്പോ ഈ പണം കൊണ്ട് ബിസിനസ് വലിയ വിജയത്തിലെത്തിക്കുന്നതിനും എത്രയും വേഗം തന്നെ വീട് തിരികെ എടുക്കുന്നതിനും എന്റെ എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ശരി, ഞാൻ ഇറങ്ങട്ടെ. ഗൗതം ഗോപിനാഥിന്റെ അടിയാധാരം ഉൾപ്പെടെ സർവ്വതും ഇപ്പൊ നമ്മുടെ കയ്യിലെത്തിക്കഴിഞ്ഞു. വാ പാറു. എന്താ നിനക്ക് വേണ്ടത്? ഒരു വീട്ടുവേലക്കാരി വീട്ടുടമ ഇങ്ങനെ പേരെടുത്താണോ വിളിക്കേണ്ടത്? പാറു, പാർവതി. നാണമില്ലേ നിനക്ക്? ഞാൻ പണ്ടും അങ്ങനെ തന്നെയല്ലേ വിളിച്ചിരുന്നത്. കൂടുതലും പാറുന്നല്ലേ വിളിച്ചിട്ടുള്ളൂ. ഓ, ആ പഴയ ബന്ധം പുതുക്കാനായിട്ടായിരിക്കും ഇപ്പൊ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിയത്. ജോലി ചെയ്യുന്നതിനിടയിലേ വല്ലാത്ത സന്തോഷമായിരുന്നല്ലോ. എന്താ കാര്യം? പ്രത്യേകിച്ചൊന്നുമില്ല. ഗൗതം ഇന്ന് ഉണ്ണാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതുകൊണ്ട് നീ അങ്ങ് ഭയങ്കരമായിട്ട് സന്തോഷിക്കുവോ? വേണ്ട, ഒരു കുന്തം നീ ചെയ്യണ്ട. മാറങ്ങോട്ട് മാറ. എനിക്കറിയാം ഭക്ഷണം ഉണ്ടാക്കാൻ. ഞാൻ തന്നെയല്ലേ ഇത്രയും ദിവസം ഇതൊക്കെ ഇവിടെ ചെയ്തോണ്ടിരുന്നത്. ഞാൻ ചെയ്തോളാം. മര്യാദയ്ക്ക് അങ്ങോട്ട് മാറി നിന്നോണം. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടാലേ എന്റെ സ്വഭാവം മാറും. മാറി നിൽക്കേ, അങ്ങോട്ട് മാറി നിൽക്കാൻ. ഇതെന്താണ് പുതിയ പരിപാടി?
വേലക്കാരെ ജോലി ചെയ്യാൻ അനുവദിക്കില്ലേ? ദേ, നേരത്തെ ഇവിടെ കുറെ ജോലിക്കാർ നിന്നിട്ടുണ്ട്. അവരെ കൊണ്ടൊക്കെ ഞാൻ അടുക്കളപ്പണി ചെയ്യിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ നീ ഇത് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്കറിയാം വായിക്ക് രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ. പാർവതിയെ കൊണ്ട് ജോലി ചെയ്യിച്ചിട്ട് ഞാനിങ്ങനെ മാറി നിൽക്കുന്നത് കണ്ട മറ്റുള്ളവരെന്ത് വിചാരിക്കും? സംശയം തോന്നില്ലേ? സംശയം തോന്നട്ടെ. അതിന്റെ പേരിൽ നിന്നെ ഇവിടുന്ന് ഓടിച്ചു വിടട്ടെ. അങ്ങനെയെങ്കിലും നീ ഇവിടുന്ന് പോയി കിട്ടുമല്ലോ. ഇവര് പറയുന്നതൊന്നും അങ്ങോട്ട് വ്യക്തമാവുന്നില്ലല്ലോ. പക്ഷെ എന്തോ കുഴപ്പമുണ്ടാ തുറപ്പാ. അപ്പുറത്തെ ജനലിൽ പോയി ശ്രദ്ധിച്ച് എന്തോ ഒളിഞ്ഞു നോക്കുമായിരുന്നല്ലേ? ഈ കുരുട്ട് ബുദ്ധി ജന്മം നിന്നെ വിട്ടുപോയില്ല അല്ലേ? ഞാൻ എന്ത് ചെയ്ത നിനക്കെന്തോ? നീ നിന്റെ പണി നോക്ക് പോവാൻ നോക്ക്. എന്റെ ഇപ്പോഴത്തെ ജോലി നിന്നെ വാച്ച് ചെയ്യാന്നുള്ളതാ. നാണോ ഇല്ലേടി ഇങ്ങനെ ഒളിഞ്ഞു നോക്കാനും ഒളിഞ്ഞു കേൾക്കാനും ഒക്കെ? ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും അറിയുമ്പോ ഒളിഞ്ഞു നോക്കണമെന്ന് ആർക്കായാലും തോന്നിപ്പോവും. ഇപ്പൊ ഇവിടെ അടുക്കളയിൽ നടക്കുന്ന എന്താണെന്ന് അറിയോ നിനക്ക്? വേലക്കാരിയെ ജോലി ചെയ്യാൻ അനുവദിക്കാത്ത മുതലാളിച്ചി. അതാണ് പുതിയ സിറ്റുവേഷൻ. നിന്റെ പുന്നാര അമ്മായിയമ്മ ചെയ്യുന്ന പണിയാ. നിർമ്മലയോട് എന്തൊക്കെയോ പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. എന്തായാലും ജോലി ചെയ്യാൻ സമ്മതിക്കാതെ പിടിച്ചു മാറ്റി നിർത്തിയിട്ട് നിന്റെ അമ്മായിയമ്മതെ കുക്കിങ്ങും തുടങ്ങിയിട്ടുണ്ട്. എന്തിനു? ഇത് പറഞ്ഞപ്പോ നിന്റെ മുഖത്തും ഉണ്ടല്ലോ ഒരു പരിങ്ങല്. അപ്പൊ അതിലെന്തോ ചുറ്റിക്കളി ഉണ്ടെന്ന് തന്നെയല്ലേ? എന്റെ മോളെ, ഒരു കാര്യത്തില് എനിക്ക് നല്ല സംശയമുണ്ട്. ആ നിർമ്മല വെറും വേലക്കാരിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. വലിയ CBI ഓഫീസർ വന്നിരിക്കുന്നു. നീ എന്താന്ന് വെച്ചാ പോയി കണ്ടുപിടിക്കച്ചല്ലേ. ദേ, വലിയ വെല്ലുവിളിയൊന്നും നടത്തണ്ട. എന്റെ സംശയം വെറുതെ ഒന്നും അല്ല. ഈ വീടിനും ആ നിർമ്മലയ്ക്കും തമ്മിൽ എന്തോ പഴയ ബന്ധമുണ്ട്. അത് ഞാൻ കണ്ടുപിടിക്കാൻ തന്നെ ചെയ്യും മോളെ. നോക്കിക്കോ.